അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു. ഏടാ പകയാ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ നമ്മളെന്നെ നടക്കണ്ടേ പെരേൽക്ക്? അല്ലാണ്ട് പിന്നെ 1.5 കിലോമീറ്റർ ഊണ് ഇങ്ങളഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വരും. മാണ്ടടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണേ. മോനെ സുക്കൂറേ, മടിയം മല ചുമക്കിട്ടോ. അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും. വിജയേട്ടാ, നിത്യാഭ്യാസം ഒരാനേനെ എടുക്കുള്ളൂ. മടിയനെ ഒരു മല മുഴുവൻ അങ്ങോട്ട് ചുമക്കും. അപ്പൊ ആരാ മുടുക്കേ? നിങ്ങൾ ഇങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്കും പണിക്കും പോവാതെ. എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്. ഈ നേരം വലിച്ചാകുമ്പോ തന്നെ കുളി നിസ്കാരം കഴിഞ്ഞ് തുണി മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും. പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ? ചിന്തിക്കണടോ. എന്ത്? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? എന്ത്? അപ്പൊ പലതു അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്. പിന്നെ നിങ്ങളുടെ രൂപയുടെ അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണൽ വാരിയിടുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ തന്നല്ലേ എന്റെ ആവോലി ചീഞ്ഞു പോകും. അസറഫേ, നീ പൊക്കോ. ഇവരെ പണി മുടക്കാതിരിക്കണവരാ. എഴുതിക്കും. രമേശാ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്തുപോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണ്, ഒരു പണിക്കും പോവാത്ത നമ്മളും ജീവിക്കണ്. അപ്പൊ ആരാ മുടുക്കന്മാര്? അത് നിങ്ങൾ തന്നെ മുടുക്കാൻ. കേട്ടോ. എന്നാ ഒരു കാര്യം, എന്തേ? നാളെ വരുമ്പളേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട്. അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാൽ മതി ട്ടാ. ഇതാണ് ഇവന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാ അപ്പൊ പറ്റിന്റെ കൈ വയ്ക്കും, ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഈ ബുദ്ധിയും ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പണിക്ക് പോയതായിട്ട് നിങ്ങൾ കേട്ടിക്കണോ? കേട്ടിക്കണോ വിജയേട്ടാ? ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സന്യാസിമാര്, എന്തിനു പറയണ് നമ്മളെ മന്ത്രിമാര്, MLA മാര്, ശരാശരി നിലവാരമുള്ള വാർഡ് മെമ്പർമാര് പോലും എന്തെങ്കിലും പണിക്ക് പോയിക്കണോ? എന്തുകൊണ്ടോ ഒരു പോവാത്ത? ഓർക്കൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെപ്പോഴും മഹാന്മാരെ പാതയാണ് പിന്തുടരേണ്ടത്. ഒരു പണിക്കും പോകരുത്. അത് കഴിഞ്ഞോ? സൈതാലിക്കോ, ഇയാളിത് എവിടെ പോയി കിടക്കണേ? സൈതാലിക്കോ, അയ്യോ, ഞാനിവിടെ നീ എവിടെ പോയി കിടക്കണേ? ഞാൻ ഇവിടെ ഉണ്ട്. ആദ്യം നിങ്ങളെ പാട്ടോ നിർത്തുവോ, എന്നല്ല വല്ലതും കേക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ടും കേൾക്കില്ലേ? എപ്പം നോക്കിയാലും ഈ പാട്ട് തന്നെ. അതവിടെ പാടിക്കൊട്ടടങ്ങ, അതിന് കായൊന്നും കൊടുക്കണ്ടല്ലോ. അന്ന് മിക്സി ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇതെന്തത്? അതതിന്റെ സാധനം ബാക്കിയായതാ. അതില്ലാതെ തന്നെ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇനി വല്ല സാധനം കേടാകുമ്പോ അതിടാം. അതെല്ലേ? എന്തിനാ ഇജിപ്പ് അങ്ങോട്ട് പോന്ന്? നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ പൂതിയായിട്ട്. അല്ല പിന്നെ 3 മണിക്കാ ചോറ് കഴിട്ട് വരേ? ഇന്നാ റസാക്കിന്റെ കല്യാണത്തിന് പോവാൻ ഇന്നോട് റെഡി ആയിട്ട് ഇരിക്കണോന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ലേ നിങ്ങള്? ഞാനത് പറ്റ മറന്നുപോയി. നിങ്ങളുടെ കുട്ടിയോടെ കല്യാണത്തിന് വരാൻ ഓ മറന്നില്ലല്ലോ. നിങ്ങളെ കാണാണ്ടായപ്പോ ഞാൻ അങ്ങോട്ട് പോയി. തന്നയച്ച ഇത്തിരി നെയ്ച്ചോറ് വെയിച്ചോളി. ഇതും കെട്ടിപ്പോതി കൊണ്ടേ എനിക്ക് നാണക്കേട്. ഞാൻ ചോദിച്ചു വാങ്ങിയൊന്നും അല്ല, ഓൻ തന്നയച്ചതാ. ഏതായാലും അവിടെ കിട്ടുന്ന നെയ്ച്ചോറല്ലേ? അല്ല, ബാങ്കിൽ നിന്ന് പിന്നെയും കത്ത് വന്നാ? ഓലിക്ക് ഇതല്ലാതെ പിന്നെ വേറെന്താ പണി? ഇങ്ങക്കൊക്കെ തമാശയാ. ഇന്റെ ഉള്ളില് തീയ. അന്റെ ഉള്ളിലെ തീ അണക്കാൻ ഇന്റെ അടുത്ത് ഒരു മരുന്നുണ്ട്. നിങ്ങൾ ഈ പാട്ടും കേട്ടിരുന്നോളി. രമേശ, ഒരു ചായ എടുത്തോ. ശരി, ഞാൻ ഈ സൈതലിക്കാരൻ കണ്ടിട്ട് വരാം. അല്ല, എന്തെത്താ നമ്മളെ ബാലിന്റെ കഥ? ഒരു ചായ പറഞ്ഞിട്ട് കുടിക്കാൻ പോലും നേരമില്ല. മണ്ടലോടെ മണ്ടല. ഈ വെടിക്കെട്ടിന്റെ ഇടയിൽ നായ കുടിക്കാൻ മാറിയാ എങ്ങോട്ടാ പോണ്ടെന്ന് ഓനെന്നെ നിശ്ചയില്ല. വല്ലാത്തൊരു പകനോയി. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ഭൂമിയിൽ, നൈമിഷികമാണ് ഈ ജീവിതം. മനുഷ്യ നിന്റെ ഈ ആർക്കും മനസ്സിലാവാത്ത പോലുള്ള പാട്ട് മർത്താനൊന്നും ഇവിടെ വേണ്ട. ഈ ഗേറ്റിന്റെ മുകളിൽ വെച്ച സിംഹത്തെ പോലെ 2 ഇവിടെ വന്നിരുന്ന് ചിലക്കുമ്പോഴേ ഇറങ്ങിപ്പോവാൻ പറയാത്ത എന്തുകൊണ്ടാന്നറിയോ? വേറെ എവിടെ പോയിരുന്ന് ചിലക്കാൻ സ്ഥലമില്ലോന്ന് ഓർത്തിട്ടാ. എടാ, 10 പൈസ ഉപകാരം 2നും കൊണ്ടില്ല. പിന്നെ ഇവിടെ വരണവരും കൂടി മുടക്കാതിരിക്ക. അവന്റെ ഒരു പാട്ട് വിസയാക്കണ്ടോ. അഡ്വാൻസ് ജീവിക്കണ അഹങ്കാരാണ്. ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളെന്താ കാട്ടുക? രമേശ, ഒരു ചായ എടുത്തോളി. അതെ, ഇപ്പൊ തന്നെ 350 റുപ്യ പറ്റും. 150 റുപ്യ എനിക്ക് ഇങ്ങോട്ടല്ല. അതെങ്ങനെ? അല്ല, ഇന്നലെ 1 കിലോ നത്തോലി മീനും കൂടെ മേടിച്ചായിരുന്നു. 1 കിലോ നത്തോലിക്ക് 500 റുപ്യ. 500 റുപ്യക്ക് കിട്ടിയ ഭാഗ്യം. ഇങ്ങോട്ട് വന്നേ. അതെ, ഈയിടെ ഒരു സിനിമ ഇറങ്ങി. നത്തോലി ഒരു ചെറിയ മീനല്ലാന്നും പറഞ്ഞു. അതിനുശേഷം നത്തോലി മീനിന് ഭയങ്കര പിടിയും വലിയ. ഇപ്പൊ സിനിമാക്കാർ കംപ്ലീറ്റ് അടിക്കുന്ന നത്തോലി മീനാ. അതുകൊണ്ടൊരു ചായ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന പടത്തിൽ ഗാനരചന അനു എലിസബത്ത് ജോസ്,
അപ്പോഴേക്കത് റേഡിയോയിലും വന്നോ? ചായ കൊടുക്കണോ? എടുക്കണോ? ആ, ആ, ശരിയല്ലേ? ഞാൻ എന്റെ ലൊക്കടെ മിക്സ് ഉണ്ടാക്കി കുത്തിരിക്കല്ലേ ഇവിടെ. ചതിക്കല്ലേ, അത് കൊണ്ടുവന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അമ്മയിൽ അരക്കാൻ പറയട്ടോ അവളോട്. അതിനൊക്കെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ കിട്ടോ ചെയ്താലിക്ക, നിങ്ങൾ അതുകൊണ്ട് തരി. സ്കൂൾ വിട്ടാലും നീ കുടിയിലേക്ക് എത്താൻ പാതിരാകുന്ന കരുതിയപ്പോ ഞാൻ അത് ആമിനാന്റെ കൈ കൊടുത്തു വിട്ട്. അത് നന്നായി ചെയ്താലിക്ക. അതെ, ഞാൻ നമ്മുടെ ആ അമ്പലത്തിന്റെ പുറമുളപ്പിന്ന് ഒരു 8 സെന്റ് സ്ഥലം വാങ്ങിയിരുന്നില്ലേ, അതിലൊരു വീട് വെക്കാനുള്ള പരിപാടിയിലാ. നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് അഭിപ്രായം പറയും. ഇത് വീടിന്റെ പ്ലാനാ? വീടിന്റെ പ്ലാന് 8 സെന്റ് സ്ഥലം 4-5 വീടിന്റെ പ്ലാനോ? ഒന്ന് വെച്ചാ മതിയല്ലോ. ഇത് എനിക്ക് കാണിച്ചിട്ടെന്താ, ഞാൻ ഇതിന്റെ ഒക്കെ ആളല്ലേ. ഈ ഒരു കാര്യം ചെയ്യും, ഈ 8 സെന്റ് സ്ഥലത്ത് വീടുണ്ടാക്കിയിട്ട് മിക്സിയോ പോലെ ഫാനൊക്കെ കേടാക്കി എന്നിട്ട് കൊണ്ടുപോ, ഞാൻ നന്നാക്കി തരാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിന് പറ്റിയ ഒരാളുണ്ട്. ആരാ? കാര്യന്താ? പ്രഹ്ലാദൻ സാറല്ലേ? സാറുണ്ട്, കാര്യം പറയൂ. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാനൊരു പ്ലാനിന്റെ കാര്യം സംസാരിക്കാനാണ്. വീടാണോ കടയാണോ? വീടാണ്. സാറില്ലേ, നിങ്ങൾ അച്ഛനെ വിളിക്കൂ. വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ടൗണിലാണോ? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? പറയൂ പറയൂ. മോനെ, ഞാനൊരു സ്കൂളിലെ പ്യൂണാണ്. എനിക്ക് ഇവിടുന്ന് പോയിട്ട് ഒരുപാട് ജോലി തിരക്കുള്ളതാ. മോൻ പോയിട്ട് അച്ഛനെ ഒന്ന് വിളിക്ക്, വെറുതെ ആളെ കറക്കല്ലേ. ചെല്ലേ. നോക്കൂ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാറ് ഞാൻ തന്നെയാണ്. പ്രഹ്ലാദൻ? അതെ അതെ. ഈ ടെൻഷൻ ഫ്രീ കൺസ്ട്രക്ഷന്റെ പ്രഹ്ലാദൻ സാറ്? എന്നാ പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ഫ്രീ ആയിക്കൂടെ സാറേ? എന്നാലല്ലേ വല്ലതും പറയാൻ പറ്റൂ. നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാനാ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ. ഓ, വാട്ട് എ വണ്ടർഫുൾ പ്ലാൻ. എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഇത്ര കൃത്യമായി ഇത്ര ഭംഗിയോട് കൂടി ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലാൻ വേണമെന്ന് പറയുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ആർക്കെങ്കിലും പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടോ? ഏയ്, ഇതിപ്പോ നമ്മുടെ ഒരു ആവശ്യമാണല്ലോ. പേരെന്താ പറഞ്ഞേ? ഓ, ബാലൻ. നിങ്ങളൊരു പ്യൂൺ അല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഒരു എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ടോ? ഡോക്ടർ ആവാനായിരുന്നു മോഹം. ഡോക്ടറുടെ ഉള്ളിലും ഒരു എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ രണ്ടിനും എൻട്രൻസ് ഉണ്ടല്ലോ, അതും പറ്റില്ല. ഇതിലേ നമുക്ക് കുറച്ച് വേരിയേഷൻസ് വരുത്തേണ്ടി വരും. അത് ഞാൻ ശരിയാക്കി തരാം. ചെറിയ ചില ചേഞ്ചസ്. റൂഫ് മാറ്റി കോൺക്രീറ്റ് ആക്കി. വേണ്ട വേണ്ട, ഓട് മതി. ഇതൊന്നും നിൽക്കില്ലാന്നേ. അതൊക്കെ ഞാൻ നിർത്തി തരാം. സുഹൃത്തെ, മച്ചടിച്ച മരത്തിന്റെ വീടാ ഉദ്ദേശിക്കുന്നത്. പഴയ ടൈപ്പ് നാട്ടിലേക്ക് പോലെ. ചേട്ടാ, ചെലവിന്റെ കാര്യത്തിൽ മരത്തിന്റെ പണിക്കൂലി വരില്ല വാർപ്പിന്. അതെയോ? പിന്നെ ഹായ്, ഓട് നിർബന്ധമാണെങ്കിൽ നമുക്ക് കോൺക്രീറ്റിന് മേലിൽ പതിക്കാലോ. വാർത്തിട്ട് പിന്നെ ഓട് പതിക്കേ. വാർക്കാൻ പൈസ ഇല്ലാത്തോണ്ടാ ഓട് മതി പറയണത്. സാറ് പറയണ പോലെ ചെയ്താ മതി ബാലേട്ടാ. കാണാനും നല്ല ഭംഗിയുണ്ടാവും. കുന്താണ്. നമ്മുടെ ആ പേരാൽപ്പട്ടരുടെ വീട് പണിതിട്ട് കൊല്ലത്രയായി. അതിന് എന്നിട്ട് ഇപ്പഴല്ലേ അവർ ഓട് പതിച്ചത്. ഇത്ര ഭംഗിയാന്നറിയോ കാണാൻ? അത് ഭംഗിക്കാവില്ല, ചോർന്നിട്ടാവും. മരത്തിന്റെ വീടാവുമ്പോ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പണിയണം. കോൺക്രീറ്റ് ആവുമ്പോ ആയുഷ്കാലം തിരിഞ്ഞു നോക്കണ്ടല്ലോ. നിങ്ങൾ 2 ബെഡ്റൂം അല്ലേ പറഞ്ഞേ? അതെ. പക്ഷെ ഈ പ്ലാൻ പ്രകാരം നമുക്കിതിൽ 4 കിട്ടും. 3 റൂം താഴെയും 1 മേളിലും. അല്ല, ഈ പ്ലാനൊക്കെ നമ്മൾ വരയ്ക്കുന്ന പോലെയാണല്ലോ. എന്ത് വേണമെങ്കിൽ വരയ്ക്കാലോ. പക്ഷെ ഇത് നിക്കില്ലാന്നേ, ബഡ്ജറ്റിൽ നിക്കണ്ടേ. അതൊക്കെ നിർത്താം. ശരിക്കും 4 ബെഡ്റൂം വേണേട്ടാ. നിന്റെ തലക്കെന്താ ഓളണ്ട സുമേ, കാര്യം അറിയാതെ. ലുക്ക്, ഈ വെന്റിലേഷൻ അത് ക്രോസ് വെന്റിലേഷൻ ആയിരിക്കണം. കിച്ചൺ ഇവിടെ വന്ന ബാത്റൂം ഇവിടെ പറ്റില്ല. കണ്ടോ? അപ്പൊ ഡോർ ഇതാ ഇങ്ങോട്ട് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ പ്ലേസ് നഷ്ടവും. ഇതിപ്പോ എന്തായാലും മൊത്തത്തിൽ നഷ്ടാവും. മുടക്ക് പറയില്ലേ ബാലേട്ടാ. പിന്നെയുള്ളത് ബാത്റൂം. അത് അറ്റാച്ച്ഡ് ആയിരിക്കണം. നാളെ വയസ്സാവുന്ന് പഴി ചിന്തിക്കണ്ടേ? അപ്പൊ വേറൊന്നുള്ളിലും കോമൺ ഒന്ന് പുറത്തും 1 അപ്സ്റ്റെയറിലും. ഓ, അപ്പൊ വീട് മൊത്തം ബാത്റൂമാ? എങ്ങനെ? പ്ലാൻ ഇഷ്ടായ? പ്ലാൻ തിരക്കടൊന്നുമില്ല ബാലേട്ടാ. ഇത് മതി. ഈ പ്ലാൻ നല്ലതാണല്ലോ, നമുക്കിത് മതിനേ. ഇതൊന്നും ബഡ്ജറ്റിൽ നിക്കില്ലേ സുമേ. സി, ഞാൻ എല്ലാം ലോ കോസ്റ്റിലാണ് ചെയ്തു കൊടുക്കാറ്. ഇത് നമുക്ക് 10 രൂപയല്ലേ വരൂ. 10 എന്ന് പറഞ്ഞ 10 ലക്ഷോ? അതെ, 10 ലക്ഷം. എസ്റ്റിമേറ്റ് നോക്കൂ. അത് പിന്നെയും കൂടി. ഇത് 12 ലക്ഷത്തിന്റെ അല്ലേ? പക്ഷെ 10 പണി തീരും. എസ്റ്റിമേറ്റിൽ നമ്മൾ 12 കാണിച്ച് അത്രയും തുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. 10 പണി തീർത്തിട്ട് ബാക്കി 2 ലക്ഷം രൂപ ഏതെങ്കിലും പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് ലോൺ അടവ് തീരും. എങ്ങനെയുണ്ട് ഐഡിയ? ഇതൊന്നും ആർക്കും അറിയില്ല. അതെ, എന്നാ പിന്നെ നമുക്ക് 12 ലക്ഷം ലോൺ എടുക്കാം. എന്നിട്ട് 6 പണി തീർക്കുക. 6 ലക്ഷം ബാങ്കിലിട്ടാ അതിന്റെ പലിശ കിട്ടുമല്ലോ. ചേട്ടാ, മാക്സിമം പിടിച്ച് ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ഇതുപോലെ 12 എടുത്തിട്ട് ഞാൻ 7.5-ക്കാണ് തീർത്തു കൊടുത്തത്. അതെല്ലേ? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അതെ അല്ലേ സുമേ? ഓക്കെ കാണാം. ഇത് വേണ്ടേ? ഓ, താങ്ക് യു.